ജീവിതത്തെ ഇപ്പോൾ വഴിമുട്ടി നിർത്തിയിരിക്കുന്ന പല വിഷയങ്ങൾ, വ്യക്തികളാകാം, വ്യക്തികളുടെ നിലപാടുകളാകാം, നിയമമാകാം, നിയമത്തിന് തടസ്സമാകാം, ചിലപ്പോൾ ഇൻ്റർവ്യൂവിനും പരീക്ഷകൾക്കും ഉള്ള അയോഗ്യതയാകാം, ആവശ്യമായ രേഖകൾ ലഭ്യമല്ലാത്ത സാഹചര്യമാകാം. കർത്താവേ, എന്തു തന്നെയായാലും ഈ ഒരു പ്രാർത്ഥനയുടെ ശക്തിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ വിഷയത്തിന് വേണ്ടി ദൈവിക തീരുമാനം ഉണ്ടാകാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. അമാരകരമായ രോഗങ്ങൾ, തീരാവ്യാധികൾ, ആശുപത്രി കഴിയുന്നവരെ, അവിടെ ബൈസ്റ്റാൻഡേഴ്സായിട്ട് നിൽക്കുന്നവരെ, കർത്താവെ അതിനുവേണ്ടിയുള്ള ആവശ്യമായ സാമ്പത്തികമായ അവസ്ഥകളില്ലാത്തവരെ, പൈസയ്ക്ക് വേണ്ടി വല്ലാതെ വിഷമിക്കുന്നവരെ, കടങ്ങൾ കാരണം കടക്കാരുടെ സമ്മർദ്ദങ്ങൾ മൂലം മനസ്സ് വിഷമിക്കുന്നവരെ, പല വിഷയങ്ങളും വിചാരിച്ച പോലെ നടക്കാതെ ഇങ്ങനെ ട്രാഫിക് ജാം പോലെ ജീവിതത്തിൽ ജാമായി ഒരുവിധം മുന്നോട്ട് പോകാതെ വഴിയിൽ കുഴഞ്ഞു പോകുന്നവരെ, ആ രക്ഷിക്കും എപ്പോൾ രക്ഷപ്പെടുമെന്ന് അറിയാൻ പോലെ വിഷമിക്കുന്നവരെ, അവർക്ക് കർത്താവെ ഒരു പുതിയ വഴി കാണിക്കാൻ വേണ്ടി പരിശുദ്ധ ദേവമാതാവിൻ്റെ മാധ്യസ്ഥം ലഭിക്കുന്നത്. പ്രാർത്ഥനയിൽ കർത്താവെ മുന്നോട്ട് പോയിട്ട് പലർക്കും പ്രാർത്ഥനയുടെ ഉത്തരം താമസിക്കുന്നതനുസരിച്ച് കൊണ്ട് വിശ്വാസശൈത്യം സംഭവിച്ചവരെ, അവരെ കർത്താവെ അങ്ങ് ആരിപ്പൂവിനെ ചൂടാക്കുകയും വാടിപ്പൂവിനെ നനയ്ക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാ നിറവാൽ അവരെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലെ വഴക്കും വിദ്വേഷവും മത്സരവും ഉള്ളവരെ, ഭൗതിക ജീവിതത്തിൽ പരാജയങ്ങളും മത്സര തകർച്ചയും ഉള്ളവരെ, ഒരു വിഷയം കണ്ട് ഒരു ലക്ഷ്യം ഫിക്സ് ചെയ്തു അതിലാശ്രയം വെച്ച് മുന്നോട്ട് പോയി വർഷങ്ങളെടുത്തു, ഇപ്പോൾ അത് നടക്കാത്ത അവസ്ഥയായി അങ്ങനെ ജീവിതം മന്ദിച്ചു പോയവർ, അവരെല്ലാം കർത്താവ് ഇപ്പോഴും പരിശുദ്ധ ദേവമാതാവിന്റെ മാധ്യസ്ഥത്തിൽ അവരുടെ ബന്ധനങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ അഴിച്ചു മാറ്റുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ ജനങ്ങളോടുള്ള ഇടപെടലുകൾ, ഇന്നത്തെ സംസാരങ്ങൾ, ജനങ്ങളോടുള്ള അഭിസംബോധനകൾ, പഠനങ്ങൾ, പഠിപ്പിക്കലുകൾ എല്ലാം ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. അത് നാളെ തിങ്കളാഴ്ച ചെയ്യാനിരിക്കുന്ന ജോലികൾക്ക് ആവശ്യമായ അനുതാരികളെ സ്വരുക്കൂട്ടുന്നവരെ, അവർക്കുള്ള തടസ്സങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ ഹൃദയത്തിൻ്റെ മന്ദിപ്പുകൾ മാറുകയും മനസ്സിൻ്റെ ഇടർച്ച കർത്താവിൻ്റെ നാമത്തിൽ സുഖപ്പെടുകയും ചെയ്യട്ടെ. പ്രാർത്ഥിക്കാൻ